ഇപ്പൊ സർക്കാരിന്റെ കാലാവധി തീരാൻ പോകുന്ന സമയത്തും 1600 രൂപ മാത്രമാണ് നൽകുന്നത്. അതും കുടിശ്ശികയാക്കിയിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന രീതിയെയാണ് ഞാൻ വിമർശിച്ചത്. അതിനെതിരായിട്ട് ഒരുപാട് കോലാഹലമായിരുന്നു. ഇവിടെ എന്റെ വീട്ടിലേക്ക് മാർച്ച്, കോലം കത്തിക്കുക, എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 16-ാം തീയതി ഇലക്ഷൻ 19-ാം തീയതി ആയിരുന്നു. 16-ാം തീയതി സർക്കാരിന്റെ ഒരു ഉത്തരവ് പ്രഖ്യാപനം, ധനമന്ത്രിയുടെ പ്രഖ്യാപനം, ഈ മാസത്തെ കുടിശ്ശിക 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. കുടിശ്ശിക വിതരണം ചെയ്തതിന് ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതൊരു സർക്കാർ ഉത്തരവ് വേണമെങ്കിൽ ആ സർക്കാർ ഉത്തരവിലൂടെ കൊടുത്താൽ മതി. അതിനു പകരം ധനമന്ത്രി പത്രക്കുറിപ്പിറക്കി പത്രപ്രവർത്തകരുടെ വാട്സപ്പ് മെസ്സേജുകളുടെ മെസ്സേജ് നൽകി അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹം തന്നെ 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. അതെന്റെ കയ്യിലുണ്ട്. ആ 16-ാം തീയതി പത്ര റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് 20 മുതൽ വിതരണം ചെയ്യും എന്നാ പറഞ്ഞത്. ഇന്ന് 21-ആയി. ഇപ്പോഴും ഞാൻ ട്രഷറിയിൽ അന്വേഷിച്ചപ്പോൾ ഇന്നും പണം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാൻ വേണ്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പ് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു 16-ാം തീയതി പ്രഖ്യാപനം. അത് ചട്ടങ്ങളുടെ ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടത്തിയത്.